ഒരു വീട് പണിയണമെന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ അനുവദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. പക്ഷേ നമ്മൾ ഈ റോഡിൽ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ റബ്ബർ കൃഷി ചെറിയ ചെറിയ വെയിറ്റിംഗ് ഷെഡ് ലോകത്തിന് സംഭാവന ചെയ്ത ജെ മർഫിയുടെ നാടാണ് ഏന്തയാർ. ആ ജെ മർഫി രൂപം കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്ലാൻ വെച്ചാണ് ഈ റബ്ബർ കൃഷി. നമസ്കാരം. വാലിയൻ്റെ ചാനലിൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൂട്ടിക്കൽ പഞ്ചായത്തിലെ 9-ാം വാർഡ് ഏന്തയാർ ടൗൺ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നമ്മുടെ അബ്ദു ആലസമ്പാട്ടിനോടൊപ്പമാണ്. നമുക്ക് അദ്ദേഹത്തോട് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രാം ആരംഭിക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ വാലിയൻ്റെ ചാനലിലെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? കണ്ടായിരുന്നു. വായിച്ചു മനസ്സിലാക്കി. അപ്പോൾ സാധാരണ ജനവിഭാഗങ്ങൾ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങൾ എന്ന് മാത്രം നമ്മൾ ഇടുന്നുള്ളൂ ചോദ്യമായിട്ട്. അപ്പോൾ അതിന് ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ മറുപടി തരുന്നു. താങ്കളുടെ മറുപടി ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുകയില്ലെന്നുള്ളതാണ് താങ്കളുടെ മറുപടിയെങ്കിൽ താങ്കൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ എങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ സാധിക്കും? ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയണമെന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ അനുവദിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. പക്ഷേ നമ്മൾ ഈ റോഡിൽ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ ഓരോരോ ചെറിയ ചെറിയ വെയിറ്റിംഗ് ഷെഡുകൾ പണിത് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അതുപോലെ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ സൈഡിലെല്ലാം വെയിറ്റിംഗ് ഷെഡ് ഇരിപ്പുണ്ട്. ആ വെയിറ്റിംഗ് ഷെഡുകൾക്കെല്ലാം 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ് അത് പണിത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വേളാങ്കണ്ണി പള്ളിക്ക് പണിത് വെച്ചിരിക്കുന്നത് 4 ലക്ഷം രൂപ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ പണിയാൻ ഈ 4 ലക്ഷം രൂപയും ഒരു കുടുംബത്തിൽ താമസിക്കാൻ പറ്റിയ 400 സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തിയാക്കി ഒരു വീട് പണിയാൻ 4 ലക്ഷം രൂപ എന്നുള്ളതും അത് ഒരു അപര്യാപ്തമാണ്. ആ 4 ലക്ഷത്തിൻ്റെ കൂടെ ഒരു 4 ലക്ഷം രൂപ കൂടെ മുടക്കിയാൽ മാത്രമേ അത്തരത്തിലുള്ള ചെറിയ വീട് പോലും തീരുകയുള്ളൂ എന്നറിയാവുന്ന സർക്കാർ ഈ പാവപ്പെട്ട ആളുകളെ ഇത്രയധികം ദ്രോഹിക്കുന്ന ഒരു നടപടിയുള്ളത്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാലിത്തോഴത്ത് പറഞ്ഞതിനെ ബന്ധപ്പെട്ട് അങ്ങനെ ലക്ഷങ്ങളാണ് അതിനൊക്കെ 25 ലക്ഷം 30 ലക്ഷം രൂപ മുടക്കിയാണ് ഒരു കാലിത്തോഴത്ത് വരെ പണിയുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ താമസിക്കുന്ന കാര്യത്തിൽ അത് ഈ ഫണ്ട് ഈ 4 ലക്ഷം രൂപ അപര്യാപ്തമാണ്. അത് ഏറ്റവും കുറഞ്ഞത് 8 ലക്ഷം രൂപയെങ്കിലും ആക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ 8 ലക്ഷം രൂപ ആക്കാനുള്ള നടപടിക്ക് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. ഓക്കെ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ നല്ല രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് റബ്ബർ കൃഷിയുടെ ഉന്നമനം നമ്മൾ പ്രത്യേകം ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തും പരിസരമുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബർ കർഷകരും ആയതുകൊണ്ടാണ്. അപ്പോൾ കാർഷിക മേഖലയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? റബ്ബർ കൃഷി ലോകത്തിന് സംഭാവന ചെയ്ത ജെ മർഫിയുടെ നാടാണ് ഏന്തയാർ. ആ ജെ മർഫി രൂപം കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്ലാൻ വെച്ചാണ് ഈ റബ്ബർ കൃഷി ഇത്ര വ്യാപകമായ രീതിയിൽ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും ലോകത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ജന്മം കൊടുത്ത ഏന്തയാറ്റിൽ ഇന്നൊരു റബ്ബർ അധിഷ്ഠിത വ്യവസായം ഇല്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകൾ അതിനൊരു ശ്രമം നടത്തുന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ പ്രകടന പത്രിക പോലെ ഇറങ്ങിയ ഞാൻ നോട്ടീസിൽ പ്രത്യേകം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലെ റബ്ബർ അധിഷ്ഠിതമായ ഒരു വ്യവസായം ഉണ്ടാവണം. അതേപോലെ തന്നെ റബ്ബർ കൃഷിയുടെ സ്ഥാപകനായ ജെ മർഫിയുടെ പേരിലുള്ള ഒരു സ്മാരകം കൃത്യമായി അതുമായിട്ട് ബന്ധപ്പെട്ട് റബ്ബർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സ്മാരകം ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ കർഷകർ, നമുക്കറിയാം ഇവിടെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ വസ്തുക്കൾ എല്ലാം നശിച്ചു പോയി, കയ്യാലകൾ ഒഴുകിപ്പോയി, കൃഷികൾ ഒഴുകിപ്പോയി. പക്ഷേ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം പുരോഗതി ചെയ്തു അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുവെങ്കിലും ഈ കൃഷിക്കാർക്ക് വേണ്ട ഒരു സഹായം പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടില്ല. കാരണം മണ്ണിടിച്ചിലുണ്ടായി, അവിടെ കയ്യാല വെട്ടാനുള്ള സമയം ഉണ്ടായിട്ടില്ല. തോടിൻ്റെ സൈഡ് ഇടിഞ്ഞ് കർഷക സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും നടന്നിട്ടില്ലെന്നുള്ളത്. പിന്നെ കർഷകർ താമസിക്കുന്ന വീടുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ കർഷകരുടെ ഭൂമിക്ക് വേണ്ടി ഒരു സംരക്ഷണം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കർഷകർക്ക് സംരക്ഷണം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ട്
അതിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വിജയിച്ചാൽ അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വളരെ നന്ദി. നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിലുള്ള താങ്കളുടെ മറുപടിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യം, താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ്? അതായത് നമ്മളൊരു സ്ഥാനാർത്ഥി ഒരു ഒരു വാർഡിലേക്ക് മത്സരിക്കാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ആ മേഖലയെക്കുറിച്ച് ആ വാർഡിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അവിടെ ഏറ്റവും അത്യാവശ്യമുള്ളത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നമ്മൾ ആദ്യം അവർക്ക് നേടിക്കൊടുക്കേണ്ടത് എന്നുള്ളൊരു സ്വപ്ന പദ്ധതി കാണുന്നത്. അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി താങ്കൾക്കുണ്ടോ? എൻ്റെ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചു. ഒരു റബ്ബർ അധിഷ്ഠിത വ്യവസായം കേന്ദ്രീകരിച്ച് തുടങ്ങുക, അല്ല കൂട്ടിക്കൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് തുടങ്ങുക എന്നുള്ള എൻ്റെ ഒന്നാമത്തെ ഒരു ഇതാണ്. രണ്ടാമത്, നമ്മുടെ ഈ വികസന രംഗത്തെ ഏറ്റവും അധികം മാന്യം കുറിക്കുന്നതാണ് നമ്മുടെ ഈ റോഡ്, വാഗമൺ റോഡും മുണ്ടക്കയം വാഗമൺ റോഡ്. ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ആ റോഡ് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ടൂറിസം മേഖലയിൽ വളരെയധികം പ്രയോജനപരമായ ഒരു നാടായി നമ്മുടെ മാറും. അപ്പോൾ ടൂറിസം മേഖലയിൽ ഉന്നമനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിനെ വളരെയധികം പ്രശസ്തി കിട്ടിയ പാരാഗ്ലൈഡിങ്. പാരാഗ്ലൈഡിങ്ങിന്റെ ലാൻഡിങ് നമ്മുടെ ഈ ഗ്രൗണ്ടിലായിരുന്നു. പക്ഷേ നമ്മുടെ ആളുകളുടെ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ അനാസ്ഥയോ മൂലം അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിലെ ലാൻഡിംഗ് സംവിധാനം ഇവിടെ തന്നെ ആക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും. അപ്പോൾ വളരെ നന്ദി. നമ്മുടെ പ്രോഗ്രാമിലുമായിട്ട് സഹകരിച്ചതിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. താങ്ക് യു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏന്തിയാർ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. കഴിഞ്ഞ 42 വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഈ നാടിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ആ വികസനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടിയിട്ട് അതിന് ചുക്കാൻ പിടിക്കുന്നതിനുള്ള ഒരു അവസരം എനിക്ക് നിങ്ങൾ നൽകിയാൽ ഈ നാടിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ റോസപ്പൂ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ.